പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളല്ലേ വിശേഷം ഉണ്ടാക്കണ ആള്. പേടിന്റെ കേസിൽ ഞാൻ പേടിന്റെ കൂടെ നിന്നതാ. ഏതോ ഒരു ശപിക്കപ്പെട്ട നിമിഷത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. നല്ല ചൊണയുള്ള ആമ്പിള്ളേർ ഇതിലപ്പുറം ചെയ്യും. സൂക്ഷിക്കേണ്ടത് പെമ്പിള്ളേർ. അത് തന്നെ. ആക്ച്വലി ഞാൻ പേടിന് വേണ്ടി ബാധിച്ചു. അതിനനുസരിച്ച് ആ സ്ത്രീനെ ഞാൻ തെളി പറഞ്ഞു. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. ശരാശരി പുരുഷൻ, ഈ കേരളത്തിലുള്ള ഒരു ശരാശരി, ഇന്ത്യയിലുള്ള ഒരു ശരാശരി പുരുഷന്റെ അടുത്തുള്ള ഒരു സ്ത്രീ വളരെ പേഴ്സണൽ സ്പേസിൽ പറയുന്നു എനിക്ക് വേദന എടുക്കും എന്ന് പറയുമ്പോൾ അവന് ആദ്യം തോന്നുന്ന വികാരം എന്ന് പറഞ്ഞാൽ ഓഫ് എന്റെ പൗരുഷൻ, കാരണം അവൾക്ക് വേണം. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാ നമുക്കറിയാം. ഈ തള്ള എന്താണ് ഈ പറയണത്? എന്താ മച്ചമ്പി ഇത്? എന്നോടാണ് ചോദിക്കുന്നത്. എന്താ ഇത്? എനിക്ക് വേദന എടുക്കും എന്ന് പറയുമ്പോൾ അവന് ആദ്യം തോന്നുന്ന വികാരം എന്ന് പറഞ്ഞാൽ ഓഫ് എന്റെ പൗരുഷൻ, കാരണം അവൾക്ക് വേണം. അല്ലാതെ അവൻ ഒരിക്കലും വിചാരിക്കില്ല അവളെ ഉപയോഗസമ്മതത്തോടു കൂടി ഉണ്ടാകുന്ന സെക്സിൽ ആദ്യം അവള് പറയുന്നത് നിർത്തു വേദന എടുക്കുന്നു. അങ്ങനെയാണ് മോനെ. അല്ല അന്റെ പോരേ ഇമ്മാതിരി ബിത്ത് ഞമ്മക്ക് കിട്ടാണ്. വേറെ ഇതിനെ ഇയാൾ ഒരു മോട്ടിവേഷൻ ആയിട്ടാണെങ്കിലും എടുത്തത്. അയാളുടെ ചിന്തയിൽ അങ്ങനെയാണെങ്കിലും അത് പോയത്. അയ്യോ, അപ്പന്റെ ഫാനാണല്ലേ? അത് വീണ്ടും എനിക്കറിയാവുന്ന വേറെ കുറെ പെൺകുട്ടികൾ ഇതുമായിട്ട് കണ്ടിട്ടുണ്ട്. അയാൾ അവരെ ആരാധനയോട് വേദന നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊന്നും ഇല്ലേ ടീച്ചർ? ലൈക്ക് അവര് വളരെ അങ്ങോട്ട് പോയി. അതായത് ഇയാളൊരു റോ മനുഷ്യനാണ്. നിങ്ങളെ ഈ തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞത് ഞാനല്ല, നിങ്ങൾ ഈ കെട്ടിയെഴുന്നള്ളിച്ചു കൊണ്ടുവന്നില്ലേ ഈ കൊരങ്ങനാ. ഇവൻ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിട്ടല്ല നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നത്, നശിപ്പിക്കാനാ.